ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണെന്ന്. പക്ഷേ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. കൊല്ലത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചേച്ചീൻ്റെ കല്യാണമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട്. നമ്മൾ ഉച്ചയ്ക്കത്തെ ട്രിവാൻഡ്രം ചെന്നൈ മെയിലോ അങ്ങനെ എന്തോ ഒരു ട്രെയിനിനാണ് പോകുന്നത്. എന്തായാലും ചെന്നൈക്ക് പോകുന്ന ട്രെയിനിനാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം വരെ ഇറങ്ങിയാൽ മതിയല്ലോ, അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ട്രെയിനകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ അകത്ത് പോലും കയറാൻ പറ്റാത്ത രീതിക്ക് തിരക്കായേനെ. അമ്മാതിരി തള്ളലായിരുന്നു. ഇവിടെ തിരക്കാണ്. നിങ്ങൾ ഈ തിരക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിനകത്ത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അപ്പുറത്തെ തിരക്കായിരുന്നു. എനിക്കിപ്പോഴും അറിയത്തില്ല ഞങ്ങൾ കുറച്ചും കൂടി ലേറ്റായിട്ടായിരുന്നു വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന്. കാര്യം അതുപോലെ തിരക്കും ചൂടുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലം എത്തി ഇറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. മൊത്തം വിയർത്തൊലിച്ച് എന്താ പറയുന്നത്, ഉള്ള മേക്കപ്പൊക്കെ ഒലിച്ച് പോയിട്ട് ഒരുമാതിരി ഒരു കോലമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ഈ കാണുന്നത് എന്തെങ്കിലുമൊക്കെ പറയാതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ രണ്ടുപേരും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചൂടിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാനായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ചൂടിനെ പറ്റിയിട്ട്. അത് നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് കാണും. അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് നോക്കിയപ്പോൾ കൊല്ലം എത്താറായി. പിന്നെ ഞങ്ങൾ പൊക്കത്തുനിന്ന് താഴത്തിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഹേ ഗൈസ്, ഞങ്ങളങ്ങനെ കൊല്ലം വന്നിരിക്കുകയാണ്. അങ്ങനെ നീണ്ട സംഭവബഹുലമായ 2 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊല്ലം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. കൊല്ലം വന്നെത്തിയപ്പോൾ അതിലും കോമഡി. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് കിടക്കണമെന്ന് അറിയത്തില്ല. കാര്യം തെക്കേതാ വടക്കേതാ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഈ നീല ഷർട്ടിൻ്റെ സാറ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പുതിയ ഗേറ്റിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് സാറ് ഞങ്ങളെ പിന്നെ പുതിയ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നു. ആ സാറിൻ്റെ അടുത്തൊരു താങ്ക് യു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്ന് പുതിയ ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് മൊത്തം ക്ഷീണിച്ചപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും കടയിൽ കയറി വെള്ളം കുടിക്കാമെന്നും പറഞ്ഞൊരു കടയിൽ കയറിയിട്ട് സോഡാ നാരങ്ങയൊക്കെ വാങ്ങിച്ചൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ നോക്കിയപ്പോൾ PWDൻ്റെ റെസ്റ്റ് ഹൗസ് അതിൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റ് ഹൗസിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി റൂമിലോട്ട് പോവാണ്. റൂമിലോട്ട് ചെന്ന് റൂം കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട് ഗൈസ്, പറഞ്ഞറിയിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് ഫ്രഷായി കിടന്നുറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എണീക്കുന്നത് ചായ കുടിക്കാനാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കൊല്ലത്ത് ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ചേച്ചീൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ചേച്ചീൻ്റെ അടുത്ത് പോവും. പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ പോവും. ബാക്കി വീഡിയോസ് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഇവന്മാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും നാളെ സുന്ദരികളായിട്ട് ഒരുങ്ങിയിട്ട് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ചായ കുടിക്കാൻ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളെ കണ്ടു. നമ്മളിപ്പോൾ ഉള്ളത് ഇതെവിടെയാ? PWDൻ്റെ റെസ്റ്റ് ഹൗസിലാണ് കൊല്ലത്ത്. അവിടെയാണ് ഞാൻ ഒരു പ്രതിമയുണ്ട്, ഞാൻ പ്രതിമേനെ കാണിച്ചു തരാം. ആണോ? നമ്മൾ താമസിക്കുന്നിടത്ത് ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷേ അവിടെ ആ സമയത്ത് ചായ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ അങ്കിൾ പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ താഴത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു തട്ടുകടയുണ്ട്, അവിടെ ഇപ്പോൾ ചായ കുടിക്കുന്നു പറഞ്ഞിട്ട് എല്ലാം കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ചായയും ബജ്ജിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഞാനൊരു സാധനം കണ്ട്. ആ സാധനം ടേസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയൂ. കണവ ബജ്ജിയാ, കൂന്തല് ഇതിനകത്തുണ്ടല്ലോ. മറ്റേ സാധാ ബജ്ജിന്റെ തന്നെ ഔട്ട് കോട്ടിങ് വരുന്നുണ്ട്. എനിക്ക് കണവ കിട്ടിയില്ല, ഞാൻ തപ്പു.
ഞാനും സേതുവും കൂടെ അവിടെ വിദഗ്ധമായിട്ട് ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ ഇവരിവിടെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അന്താരാഷ്ട്ര ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് ചെന്ന് ഫ്രഷ് ആയിട്ട് ഇനി കല്യാണത്തിന് പോകാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചേച്ചീൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോകാൻ പോകും. ഓക്കെ ഗൈസ്, ബൈ. സേതു സുന്ദരിയായത് കാണിക്കുക. ഹലോ. കണ്ണാടി ഫുൾ കണ്ണാടി ബാക്കി അവിടെ ചെന്ന് കണക്ക് പോയി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന്മാരും ഒക്കെ വന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോവാണ്. കൺവെൻഷൻ സെൻറ്റർ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളായിരുന്നു. CSI കൺവെൻഷൻ സെൻറ്റർ ചിന്നക്കടയിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് ചെന്ന് കൺവെൻഷൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞ് ചേച്ചീനെ കണ്ടു. ഫസ്റ്റ് കയറി ചെന്നപ്പോൾ ചേച്ചി അവിടെ ഫോട്ടോയൊക്കെ എടുക്കുക. ചേച്ചിയുടെ അച്ഛനാ വയലറ്റ് ഷർട്ട് അങ്കിളാണ് ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചേച്ചീനെ കണ്ട് കുറേ നേരം ചേച്ചിയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞങ്ങൾക്കായിട്ടൊരു ബെഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചീൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു. പുടവ കൊടുക്കാനായിട്ട് അവർക്കൊരു ചടങ്ങുണ്ട്. പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നതാണ്. അങ്ങനെ അവരവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ചു വന്നിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. എന്താണ് പറയുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എന്താ ഇപ്പോൾ സംസാരിച്ചതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ അഖിലേശ്വരൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ ആർദ്രയാണ് വീഡിയോ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ ഫുള്ള് വീഡിയോ അവൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ അവിടെ കയ്യിലായിരുന്നു. ഞാൻ എൻ്റെ ഫോൺ കണ്ടുപോലുമില്ല. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീണ് സ്റ്റേജിൽ പോയി ചേച്ചീൻ്റെയും ചേട്ടൻ്റെയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കുന്നപ്പോൾ ഈ ഫോട്ടോഗ്രാഫി എടുക്കുന്ന അങ്കിളില്ലേ, ഈ അങ്കിൾ ഞങ്ങളെ കാണുമ്പോൾ വിളിച്ച് ഞങ്ങൾ സ്റ്റേജിൽ കയറ്റിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്കിളിന് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. അവസാനം ഞങ്ങൾക്ക് കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ അതൊക്കെ. അതിനകത്ത് 2 ഫോട്ടോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഫോട്ടോ ഞാൻ എന്തായാലും ഇതിനകത്ത് വെക്കാം. അവിടെ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓർത്തൊന്ന് പോവാം. കാര്യം നല്ല ക്ഷീണമുണ്ട്. കാര്യം രാവിലെ എല്ലാവരും ട്രാവൽ ചെയ്ത് വന്നതാണ്. അഖിലേശ്വരനും ജയന്തേട്ടനൊക്കെ ആണെങ്കിലും കന്യാകുമാരിയിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വന്ന ആതിര തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ 3 ട്രിവാൻഡ്രത്തു നിന്ന് വന്നതാണ്. മൊത്തത്തിൽ ടയേർഡായിരുന്നു. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ പൂ വാങ്ങിക്കാൻ പോയി. പൂ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വന്നിട്ടുള്ള കലാപരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കടി. അങ്ങനെ സുന്ദരികളൊക്കെ ആയിട്ട് നാളെ രാവിലെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കല്യാണ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.